വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്കേവർക്കും പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള ഈ അധ്യായത്തിൽ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് വാട്ട് ആർ ദ മേജർ ഡിസിഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രവർത്തന മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ടതായ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. ഇപ്പം എല്ലാ തീരുമാനങ്ങളും ഒരേപോലെ അതീവ ഗൗരവമായിട്ടുള്ളതായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ തീരുമാനങ്ങളും വളരെ പ്രധാനപ്പെട്ടതായിരിക്കണമെന്നില്ല. ചില തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാകുമ്പോൾ മറ്റ് ചില തീരുമാനങ്ങൾ തീരെ പ്രാധാന്യം ഇല്ലാത്തതാവാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു വിവാഹം നടക്കുകയാണെന്ന് കരുതാം. ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷം മാത്രമേ വിവാഹത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുള്ളൂ. അപ്പോൾ വിവാഹത്തെ സംബന്ധിച്ച് തീരുമാനം എടുക്കുമ്പോൾ വരൻ്റെ അല്ലെങ്കിൽ വധുവിൻ്റെ നാട് ഏതാണ്, വീട് ഏതാണ്, ജാതി ഏതാണ്, ജാതകം എന്താണ്, അവരുടെ സാംസ്കാരിക പശ്ചാത്തലം എന്താണ്, സാമ്പത്തിക പശ്ചാത്തലം എന്താണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതീവ ഗൗരവമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ വിവാഹത്തെ സംബന്ധിക്കുന്ന ഒരു തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ. അതെന്തുകൊണ്ടാണ് ഇത്രയും അതിഗൗരവമായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്? നമുക്കറിയാം, വിവാഹം എന്ന് വെച്ചാൽ ഒരു ദീർഘകാല ബന്ധത്തിന് അടിത്തറയിടുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ യാതൊരു വിധത്തിലുള്ള തെറ്റുകളും അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള അപാകതകളും വരാൻ പാടുള്ളതല്ല. അങ്ങനെ തെറ്റുകളോ അല്ലെങ്കിൽ അപാകതകളോ വരികയാണെങ്കിൽ അത് ജീവിതാവസാനം വരെ നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റായി തന്നെ അവശേഷിക്കും, അല്ലെങ്കിൽ ഒരു തെറ്റായ തീരുമാനമായിട്ടത് അവശേഷിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ വിവാഹം എന്ന് പറയുന്നതായിട്ടുള്ള ആ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിലെ ടോപ്പ് ലെവൽ വരുന്നതായിട്ടുള്ള കാരണവന്മാരായിരിക്കും കൂടുതൽ ഇതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു പവൻ മാല മേടിക്കാൻ പോകാമെന്ന് കരുതുക. ഒരു പവൻ്റെ മാല മേടിക്കാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പവൻ സ്വർണം മേടിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഇത്ര തന്നെ അതിഗൗരവമായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേന വാങ്ങാൻ പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇത്രയും ഗൗരവമായിട്ട് ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനത്തിൻ്റെ ഒരു സാധ്യത അവിടെ വരുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങളെ 3 ഗ്രൂപ്പുകളായിട്ട് നമുക്ക് തരംതിരിക്കാം, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയും. സ്ട്രാറ്റജിക് പ്രൊഡക്ഷൻ പ്ലാനിങ്, തന്ത്രപരമായിട്ടുള്ള ഉൽപാദന ആസൂത്രണ തീരുമാനങ്ങൾ എന്ന് പറയും. ജനറലി ദീസ് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. സാധാരണ ഇതിൽ സ്ട്രാറ്റജിക് പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയുന്നതായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇത്തരം ആസൂത്രണ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് ടോപ്പ് ലെവൽ വരുന്നതായിട്ടുള്ള വ്യക്തികളാണ് സാധാരണ ചെയ്യാറ്. These decisions are very risky as compared to other decisions. മറ്റു 2 തീരുമാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെയധികം അപകട സാധ്യതയുള്ളതാണ്, അല്ലെങ്കിൽ റിസ്കി ഉള്ളതാണ്. ആസ് വെൽ ആസ് these decisions have a long term implications. ഇത്തരം തീരുമാനങ്ങളെല്ലാം തന്നെ ദീർഘകാലമായി നമ്മുടെ വ്യാപാര സ്ഥാപനവുമായിട്ട് അടുത്തിടപഴകുന്നത് കൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ച് മാത്രമേ ടോപ്പിൽ വരുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാറ്. These decisions are generally determining what are the objectives of the പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ നിലകൊള്ളുന്നത്, അങ്ങനെയുള്ളതായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിൽ സാധാരണ ചെയ്തിട്ട് വരുന്നത്. As well as generally the external factors are considering for taking the strategic production planning. സാധാരണ ഇതിൽ ഇത്തരം തീരുമാനങ്ങളെല്ലാം എടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രത്യക്ഷത്തിലല്ലാതെ ബാധിക്കുന്നതായിട്ടുള്ള ബാഹ്യ ഘടകങ്ങളാണ് കൂടുതലായിട്ട് പ്രാധാന്യത്തോടു കൂടി നമ്മൾ പരിഗണിക്കാറ്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ബാഹ്യ ഘടകങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങൾ, പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിർണ്ണയിക്കുന്നതും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുക്കുന്നതും ഉയർന്ന റിസ്ക് അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉൾക്കൊള്ളുന്നതായിട്ടുള്ള തീരുമാനങ്ങളെയാണ് സ്ട്രാറ്റജിക് പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയുന്നതായിട്ടുള്ള ഈ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ടേക്കിംഗ് ദ ടെക്നോളജിക്കൽ ഡിസിഷൻസ്, സാങ്കേതിക വിദ്യാപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. സെലക്ടിങ് ദ
സ്യൂട്ടബിൾ ടെക്നോളജി, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഏതാണെന്ന് കണ്ടെത്തുക. അതുപോലെ തന്നെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആ സാങ്കേതിക വിദ്യ കണ്ടെത്തിയിട്ട് അത് ഉപയോഗിക്കാനുള്ളതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതാണ് ടെക്നോളജിക്കൽ ഡിസിഷൻസ്. അത് ഇതിൽ വരുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു തീരുമാനമാണ്. രണ്ടാമതായി വരുന്നത് കപ്പാസിറ്റി ഡിസിഷൻസ്. ടേക്കിംഗ് ദി കപ്പാസിറ്റി ഡിസിഷൻസ്. ആ വ്യാപാര സ്ഥാപനത്തിൻ്റെ കപ്പാസിറ്റി, ഫുൾ കപ്പാസിറ്റി, അത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, അത് എത്രത്തോളമാണ് അതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമത എത്രത്തോളം പൂർണ്ണമായിട്ട് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ സ്ട്രാറ്റജിക് ഡിസിഷൻസിലാണ് വരുന്നത്. മറ്റൊരു ഭാഗമാണ് ഫെസിലിറ്റീസ് ഡിസിഷൻസ്. ഈ സ്ഥാപനം എവിടെയാണ്, ലൊക്കേഷൻ എവിടെയായിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ സൈസ് എന്തായിരിക്കണം, ലാർജ് സൈസ് ആയിരിക്കണോ, മീഡിയം സൈസ് ആയിരിക്കണോ, അല്ലെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള സ്മോൾ സൈസ് ആയിരിക്കണോ, അങ്ങനെ ആ പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ സൈസ്, അതുപോലെ തന്നെ അതിൻ്റെ ഉൽപ്പാദന വിതരണ പ്രവർത്തനങ്ങളുടെയൊക്കെ ലൊക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കുന്നത് ഈ സ്ട്രാറ്റജിക് ഡിസിഷൻസിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മറ്റൊരു ഏരിയയാണ് വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ. To integrate the various functions of different levels of the production and operation management. പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ വരുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയാണ് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതിൻ്റെ ആ ഡയറക്ഷൻ്റെ ലെവല് എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ തന്നെ ഈ സ്ട്രാറ്റജിക് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ വരുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയകളാണ് അല്ലെങ്കിൽ തീരുമാനങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം അതാണ് സ്ട്രാറ്റജിക് പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ടാക്റ്റിക്കൽ പ്രൊഡക്ഷൻ പ്ലാൻസ് എന്ന് പറയും. ടാക്റ്റിക്കൽ പ്രൊഡക്ഷൻ പ്ലാൻസ്. These decisions are generally taken by the middle level management of the production and operations സെക്ടർ. പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ വിഭാഗത്തിലെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങളെയാണ് ടാക്റ്റിക്കൽ പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയുക. Generally, these decisions are concerned with how to utilize the resources for achieving the objectives of the production and operations management. Production and operation management-ൻ്റെ വിഭവങ്ങൾ എങ്ങനെ പരമാവധി നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ആ വ്യാപാര സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കാം. അപ്പോൾ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ സംബന്ധിക്കുന്ന തീരുമാനങ്ങളാണ് ഈ ടാക്റ്റിക്കൽ പ്രൊഡക്ഷൻ പ്ലാനിൽ ഉൾക്കൊള്ളാറ്. സാധാരണ ഇതിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നതായിട്ടുള്ള വ്യക്തികളാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. ദ ലെവൽ ഓഫ് റിസ്ക് is less as compared to the strategic production planning. ഒന്നാമത്തെ ഗ്രൂപ്പിൽ പറയുന്നതായിട്ടുള്ള തീരുമാനങ്ങളെക്കാൾ റിസ്ക് താരതമ്യേന കുറവുള്ളതാണ് ടാക്റ്റിക്കൽ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ വരുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ. അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, സെറ്റിംഗ് ദ സ്റ്റാൻഡേർഡ് ഫോർ മെഷറിംഗ് ദ ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം. ഉൽപാദന വ്യവസ്ഥയുടെ കാര്യക്ഷമതയും അതുപോലെ തന്നെ ഫലപ്രാപ്തിയും നമ്മൾ അളന്നെടുക്കുന്നതിന് വേണ്ടതായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുക. അപ്പോൾ ആ സ്ഥാപനം നല്ല രീതിയിലാണോ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് എന്ന് താരതമ്യം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുക. ഇപ്പോൾ നല്ല രീതിയിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വളരെ മോശമാണ് എന്നൊക്കെ നമ്മളൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലൊരു മാനദണ്ഡം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഉൽപാദന പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയും അതുപോലെ തന്നെ അതിൻ്റെ ഇഫക്റ്റീവ്നെസ്സും നമ്മൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുക എന്നുള്ളതാണ് ഒന്നാമത് വരുന്ന ഒരു ഘടകം. ദ സെക്കൻഡ് വൺ ഇസ് കണ്ടക്ടിങ് ദ മാൻ പവർ പ്ലാനിങ്. മനുഷ്യശക്തി ആസൂത്രണം നടത്തുക. അതൊന്നുമില്ല, നമ്മൾക്ക് എത്രത്തോളം തൊഴിലാളികൾ വേണം, ആ തൊഴിലാളികളെ എപ്പോഴാണ് ആവശ്യമായിട്ട് വരിക, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ക്വാളിറ്റി എന്തായിരിക്കണം, സ്കിൽ എന്തായിരിക്കണം, അവർക്ക് എന്തൊക്കെ ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്, ഏത് സമയത്താണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടിയിട്ട് ആസൂത്രണം ചെയ്യുന്നതിനെയാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുക. അപ്പോൾ ആ മനുഷ്യശക്തി ആസൂത്രണം അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരുന്നു.
മറ്റൊന്നാണ് പ്ലാനിങ് ഫോർ മോഡേണൈസേഷൻ, ആധുനികവൽക്കരണത്തിന് അല്ലെങ്കിൽ നവീനവൽക്കരണത്തിനുള്ളതായ ആസൂത്രണങ്ങൾ ചെയ്യുക. പുതിയ പുതിയ ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ പുതിയ പുതിയ സേവനങ്ങളോ പുതിയ പുതിയ ആശയങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് ആധുനികവൽക്കരണത്തിലേക്ക് അല്ലെങ്കിൽ നവീനവൽക്കരണത്തിലേക്ക് ഇതേപോലെ മുന്നേറുന്നതിനാവശ്യമായിട്ടുള്ള ആസൂത്രണ പ്രക്രിയകൾ കണ്ടെത്തുക. മറ്റൊരു ഘടകമാണ് ഡെവലപ്പിംഗ് ദ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ എൻഹാൻസ് ദ പ്രൊഡക്റ്റീവ്നെസ് ഓഫ് ഓപ്പറേഷണൽ കപ്പാസിറ്റി. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമതയും അതുപോലെ തന്നെ അതിൻ്റെ ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് അല്ലെങ്കിൽ സങ്കേതങ്ങളും അതുപോലെയുള്ളതായിട്ടുള്ള ടെക്നിക്സൊക്കെ തന്നെ കണ്ടെത്തുക. ആ ഉൽപ്പാദന വിതരണ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് കണ്ടെത്തുക. മറ്റൊരു ഘടകമാണ് ഇതിൽ വരുന്നത് ടേക്ക്, മേക്ക് ഓർ ബൈ ഡിസിഷൻസ്. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ചില അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ ചില മെറ്റീരിയൽ പാർട്ടുകൾ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ അത് പുറമേ നിന്ന് വാങ്ങുകയാണോ വേണ്ടത്? ടു ടേക്ക്, ബൈ ഓർ മേക്ക് ഡിസിഷൻസ് എന്ന് പറയും. നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ പുറമേ നിന്ന് നമ്മൾ വാങ്ങുകയാണോ വേണ്ടത്? അത് ഏത് ചെയ്താലാണ് നമ്മൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് അല്ലെങ്കിൽ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നതിനെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ പ്ലാനിങ് ദി സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, തൊഴിലാളികളുടെ സ്കിൽ അല്ലെങ്കിൽ നൈപുണ്യങ്ങൾ അല്ലെങ്കിൽ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പരിശീലന പരിപാടികളൊക്കെ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക. മറ്റൊരു ഘടകമാണ് പ്ലാനിങ് ദി മീഡിയം ടേം മെയിൻ്റനൻസ് പ്രോഗ്രാം. പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതായിട്ടുള്ള യന്ത്രസാമഗ്രികളുടെയും അതുപോലെയുള്ള വസ്തുതകളുടെയൊക്കെ കാലാകാലങ്ങളിലുള്ളതായ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടാക്റ്റിക്കൽ പ്രൊഡക്ഷൻ പ്ലാൻസ് എന്ന് പറയുന്നതായിട്ടുള്ള രണ്ടാമത്തെ തീരുമാനത്തിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള തീരുമാനങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ഒരു മേഖലയാണ് ഓപ്പറേഷണൽ ലെവൽ പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്ന് പറയും. ഓപ്പറേഷണൽ ലെവൽ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ജനറലി ദീസ് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദി ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഓർ ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ശ്രേണിയിലെ ഏറ്റവും താഴെ തട്ടിൽ വരുന്നതായിട്ടുള്ള ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങളെയാണ് ഓപ്പറേഷണൽ ലെവൽ പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ ആ സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും. ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതും റിസ്ക് അല്ലെങ്കിൽ നഷ്ടസാധ്യത വളരെ കുറവുള്ളതുമായിട്ടുള്ള തീരുമാനങ്ങളെയാണ് ഓപ്പറേഷണൽ ലെവൽ പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്ന് പറയാം. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡിഫൈൻ ദ ജോബ്, ആ ജോലി എന്താണെന്ന് നിർവചിക്കുക. അപ്പോൾ ഓരോ വ്യക്തികളും ചെയ്യേണ്ടതായ ജോലി എന്താണെന്ന് തീരുമാനിക്കുക. ഡിസൈഡിങ് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്, ആ ഓരോ പ്രക്രിയയും അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളും ഏത് ക്രമത്തിലാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം എപ്പോഴാണ് ചെയ്യേണ്ടത്, രണ്ടാമത്തെ പ്രവൃത്തി എപ്പോഴാണ്, മൂന്നാമത്തെ പ്രവൃത്തി എപ്പോഴാണ്, ഓരോ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതിൻ്റെ സീക്വൻസ് തീരുമാനിക്കുന്നതായിട്ടുള്ള തീരുമാനമാണ് രണ്ടാമതായിട്ട് വരുന്നത്. മൂന്നാമത് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, പ്രിപ്പയറിംഗ് ദി പ്രൊഡക്ഷൻ ഷെഡ്യൂൾ. ഉൽപാദന പ്രവർത്തനങ്ങൾ എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിക്കണം, സമയബന്ധിതമായിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രൊഡക്ഷൻ ഷെഡ്യൂളുകളിൽ വരുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഷെഡ്യൂളുകൾ തയ്യാറാക്കുക, ജോബ് അല്ലെങ്കിൽ ജോലി എന്താണെന്ന് നിർവചിക്കുക, ആ ഓരോ പ്രവർത്തനങ്ങളും ഏത് സമയത്ത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുക. പിന്നെ ക്വാളിറ്റി കൺട്രോൾ, ആ ഉൽപാദന പ്രവർത്തനത്തിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് ഗുണമേന്മയെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുക, അതിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഓപ്പറേഷണൽ ലെവൽ പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നതായിട്ടുള്ള മൂന്നാമത്തെ തീരുമാനത്തിൽ വരുന്നത്. അടുത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്ലാൻഡ് ലൊക്കേഷൻ. എന്നാൽ എന്താണ്
പ്ലാന്റ് ലൊക്കേഷനെ സ്വാധീനിക്കുന്നതായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമുക്കറിയാം, ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമ ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് അറിയാം, ഒരു സിനിമ ചിത്രീകരിക്കുന്നതായ, അതിൻ്റെ കഥാപാത്രങ്ങൾ ജീവിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അഭിനേതാക്കൾ അഭിനയിക്കുന്നതായിട്ടുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഏരിയയ്ക്ക് പറയുന്ന പേരാണ് സിനിമ ലൊക്കേഷൻ എന്നുള്ളത്. അപ്പോൾ അതിൽ ആ സിനിമയുടെ സംവിധായകൻ ഭാവനയിൽ കാണുന്നതായ എല്ലാ സവിശേഷതകളോടും കൂടിയിട്ടുള്ള ആ പ്രത്യേകമായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ സൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ റീജിയൻ, അതിനെ പറയുന്ന പേരാണ് സിനിമ ലൊക്കേഷൻ എന്ന് പറയുക. നമ്മുടെ പ്ലാന്റ് ലൊക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഒരു വ്യാപാര സ്ഥാപനം നിലനിൽക്കുന്നതായിട്ടുള്ള ആ പ്രത്യേകമായിട്ടുള്ള സൈറ്റ് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ലൊക്കേഷൻ, അതിന് പറയുന്ന പേരാണ് പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയാം. അപ്പോൾ എവിടെയാണോ ഒരു വ്യാപാര സ്ഥാപനം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ അത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്, ആ വ്യാപാര സ്ഥാപനം നിലനിൽക്കുന്ന അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ റീജിയൻ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാട് അല്ലെങ്കിൽ അതിൻ്റെ സൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ, ആ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയാറ്. അപ്പോൾ പ്ലാന്റ് ലൊക്കേഷൻ ഇറ്റ് റെഫേഴ്സ് ടു ദ ചോയ്സ് ഓഫ് എ റീജിയൻ and the selection of a particular site for setting up of a business or factory. ഒരു വ്യാപാര സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യാപാരം നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള നിലനിൽക്കുന്നതായിട്ടുള്ള ആ പ്രത്യേകമായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സൈറ്റ് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള റീജിയൻ, ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയാറ്. ഇപ്പോൾ കൂനത്തറ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കൂനത്തറ എന്ന് പറയുന്നതായിട്ടുള്ള ആ ഗ്രാമമാണ് ഈ കൂനത്തറ സ്കൂളിൻ്റെ പ്ലാന്റ് ലൊക്കേഷനായിട്ട് വരുന്നത്. ഇനി പ്ലാന്റ് ലൊക്കേഷനെ സ്വാധീനിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പ്ലാന്റ് ലൊക്കേഷൻ ഹിയർ മീൻസ് ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ സൈറ്റ് ഓർ ഏരിയ വേർ ദ ഫാക്ടറി ഓർ ദ ബിസിനസ് ഈസ് സെറ്റപ്പ്. നമ്മൾ എവിടെയാണോ വ്യാപാര സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രത്യേകമായിട്ടുള്ള ഏരിയയ്ക്കാണ് പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുക. അങ്ങനെ നമ്മൾ പ്ലാന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വ്യാപാര സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാനം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ പ്ലാന്റ് ലൊക്കേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അവൈലബിലിറ്റി ഓഫ് ദ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. ഇപ്പം നമ്മൾ എന്ത് വ്യാപാര സ്ഥാപനമാണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്ത് വ്യവസായ സ്ഥാപനമാണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ആ വ്യാപാര സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഏറ്റവും അടുത്ത് കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം. അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തണം. അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം പ്ലാന്റ് ലൊക്കേഷനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഉദാഹരണമായിട്ട് ചെമ്മീൻ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അതെല്ലായ്പ്പോഴും ഈ ചെമ്മീൻ എന്ന് പറയുന്നതായിട്ട് അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാകുന്നതായിട്ടുള്ള കടലോര പ്രദേശങ്ങളിൽ തുടങ്ങുന്നതായിരിക്കും അത് അഭികാമ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളാണെങ്കിൽ എവിടെയാണോ റബ്ബർ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ റബ്ബർ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്, ആ ഏരിയയിൽ ഈ സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾക്ക് വിജയത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ആ സ്ഥാപനത്തിന് എന്ത് അസംസ്കൃത വസ്തുക്കളാണോ വേണ്ടത്, അത്തരം അസംസ്കൃത വസ്തുക്കൾ ഏറ്റവും അടുത്ത് ലഭ്യമാകാനുള്ളതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, അവൈലബിലിറ്റി ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. നമുക്കറിയാം, വഴി വേണം, റോഡ് സൗകര്യങ്ങൾ അത്യാവശ്യമാണ്. സാധനങ്ങൾ സേവനങ്ങളൊക്കെ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ തന്നെ റോഡ് സൗകര്യം, അത് റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ആയാലും ശരി, എയർ ട്രാൻസ്പോർട്ടേഷൻ ആയാലും ശരി, അതുപോലെ തന്നെ റെയിൽ ട്രാൻസ്പോർട്ടേഷനും എയർ ട്രാൻസ്പോർട്ടേഷനും അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള ഗതാഗത സൗകര്യങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്ന ഒരു ഏരിയയിലായിരിക്കണം നമ്മൾ ഈ വ്യാപാര സ്ഥാപനം തുടങ്ങേണ്ടത് അല്ലെങ്കിൽ പ്ലാന്റ് ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തേണ്ടത്. ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള റോഡ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള
യാതൊരു സൗകര്യവും ഇല്ലാത്തൊരു ഏരിയയിലാണ് നമ്മളൊരു വ്യാപാര സ്ഥാപനം തുടങ്ങുന്നത് എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അത് അധികകാലം നിലനിൽക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. മൂന്നാമത്തെ പോയിന്റാണ് നിയർനെസ് ടു മാർക്കറ്റ്സ്. നമ്മൾ ഈ സാധനങ്ങളും സേവനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതെല്ലാം തന്നെ വിറ്റഴിക്കാനുള്ളതായിട്ടുള്ള മാർക്കറ്റുകൾ, വിപണികൾ നമ്മുടെ തൊട്ടടുത്ത് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഉൽപ്പാദനം ഇതേപോലെ നടക്കും, ആ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഗോഡൗണിൽ അങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ വിറ്റുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള വിപണി സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിയർനെസ് ടു ദി മാർക്കറ്റ് അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് ദി മാർക്കറ്റ് ഫെസിലിറ്റീസ്, ഈ സാധനങ്ങൾ സേവനങ്ങളൊക്കെ വിറ്റ് പോകുന്നതിനുള്ളതായിട്ടുള്ള വിപണി സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്ത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ അടുത്ത് ഉള്ളതായ അല്ലെങ്കിൽ വിറ്റ് പോകാനായിട്ട് സാധ്യതയുള്ളതായ സ്ഥലങ്ങൾ വേണം നമ്മുടെ ഈ പ്ലാന്റ് നമ്മൾ സ്ഥാപിക്കാനായിട്ട് അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനം ഇതേപോലെ തുടങ്ങാനായിട്ട് വരിക. പിന്നെ അവൈലബിലിറ്റി ഓഫ് ദ ലേബേഴ്സ്, തൊഴിലാളികളുടെ ലഭ്യത. ഇപ്പം നമുക്കറിയാം ചില സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ചില വ്യവസായങ്ങൾക്ക് തൊഴിലാളികളായിരിക്കും കൂടുതൽ വേണ്ടി വരിക. ഇപ്പം കയർ വ്യവസായത്തിൽ അല്ലെങ്കിൽ കശുവണ്ടി വ്യവസായം പോലെയുള്ളതായിട്ടുള്ള ചില വ്യവസായങ്ങളിലൊക്കെ യന്ത്രങ്ങളെക്കാൾ കൂടുതലായിട്ട് തൊഴിലാളികളെയാണ് വേണ്ടി വരിക. അപ്പം അങ്ങനെ തൊഴിലാളികളാണ് കൂടുതൽ വേണ്ടി വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ് എന്നാ പറയുക. തൊഴിലാളികൾ കൂടുതൽ ആവശ്യമുള്ളതായിട്ടുള്ള സ്ഥാപനങ്ങൾ, തൊഴിലാളികളാണ് കൂടുതൽ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്നതെങ്കിൽ, യന്ത്രങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തൊഴിലാളികളുടെ ആവശ്യമാണ് കൂടുതലെങ്കിൽ അതിനെ ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ് എന്നും, എന്നാൽ ചില വ്യവസായങ്ങളിലാണെങ്കിൽ തൊഴിലാളികൾ വളരെ കുറച്ച് മതി, യന്ത്രങ്ങളായിരിക്കും കൂടുതൽ ധാരാളമായിട്ട്. ഇപ്പോൾ ഇരുമ്പ് ഉരുക്ക് വ്യവസായം അല്ലെങ്കിൽ സിമെൻറ്റ് ഇൻഡസ്ട്രീസ് പോലെയുള്ളതായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്കാണെങ്കിൽ തൊഴിലാളികളെക്കാൾ കൂടുതലായിട്ട് യന്ത്രങ്ങളെ ആയിരിക്കും കൂടുതൽ വേണ്ടി വരിക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ് എന്നാ പറയുക. അപ്പം നമ്മൾ ധാരാളമായിട്ട് തൊഴിലാളികളെ ആവശ്യമുള്ളതായ ഒരു വ്യവസായമാണ് അല്ലെങ്കിൽ സ്ഥാപനമാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ ധാരാളമായിട്ട് ലഭിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള പ്രദേശങ്ങളിലായിരിക്കും നമ്മൾ ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങേണ്ടതായിട്ട് വരിക. പിന്നെ അവൈലബിലിറ്റി ഓഫ് ദ ഫ്യൂവൽ ആൻഡ് വാട്ടർ. നമുക്കറിയാം ഈ ഫ്യൂവൽ, വാട്ടർ, അതേപോലെയുള്ള ജല സൗകര്യങ്ങളും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഇതിന് അത്യാവശ്യമാണ്. അപ്പോൾ ഊർജ ഉറവിടങ്ങൾ അടുത്തുണ്ടായിരിക്കണം, അതുപോലെ തന്നെ വാട്ടർ, വെള്ളം സൗകര്യങ്ങളൊക്കെ ഇതേപോലെ അടുത്ത് ഉണ്ടായിരിക്കണം. അതൊക്കെ തന്നെ ചില വ്യവസായങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത, അതുപോലെ തന്നെ ഫ്യൂവൽ, ഓയിൽ, ഇന്ധനങ്ങളുടെ ലഭ്യത, ഇതൊക്കെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുള്ള ഘടകമാണ്. ആറാമത്തെ ഒരു ഘടകമാണ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, അവസ്ഥകൾ. നമ്മൾ ചില വ്യവസായ സ്ഥാപനങ്ങൾക്കാണെങ്കിൽ ധാരാളം മഴ ആവശ്യമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ചില വ്യവസായ സ്ഥാപനങ്ങൾക്കാണെങ്കിൽ ധാരാളം വെയിൽ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതായിട്ടുള്ള ഈ തീപ്പെട്ടി വ്യവസായത്തിലൊക്കെ ധാരാളം വെയിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ തീപ്പെട്ടി അതിൻ്റെ മരുന്നൊക്കെ പുരട്ടിയിട്ട് അത് ഉണക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ധാരാളം വെയിൽ ആവശ്യമായിട്ടുള്ള ഒരു തരം സ്ഥാപനമാണ് ഈ തീപ്പെട്ടി വ്യവസായങ്ങൾ. അതേപോലെ പപ്പട വ്യവസായമൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, അല്ലേ? പപ്പടമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളത് വെയിലത്ത് ഈ പറഞ്ഞ പോലെ ഉണക്കി എടുത്തിട്ടേ അത് നമുക്ക് സംസ്കരിച്ച് വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റുള്ളൂ. എന്നാൽ കാർഷികാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, കൃഷിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിൽ ധാരാളം മഴ ആവശ്യമായിട്ട് വരും. ഇപ്പം മഴ, വെയിൽ, അതേപോലെയുള്ള കാലാവസ്ഥ ഘടകങ്ങൾ നമ്മൾ എന്താണെന്ന് പരിഗണിക്കണം. അപ്പം നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യവസായ സ്ഥാപനത്തിന് ധാരാളം വെയിൽ ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ ധാരാളം മഴ ആവശ്യമായിട്ടുള്ളൊരു സ്ഥാപനമാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, മഴയുടെ സാന്നിധ്യം ആവശ്യമുള്ളതായിട്ടുള്ളൊരു സ്ഥാപനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരമൊരു ലൊക്കേഷനിലായിരിക്കണം നമ്മൾ ഇതേപോലെ തുടങ്ങേണ്ടത്. പിന്നെ അവൈലബിലിറ്റി ഓഫ് ബാങ്കിങ് ഫെസിലിറ്റീസ്. നമുക്കറിയാം ഏതൊരു വ്യാപാര സ്ഥാപനത്തിൻ്റെയും ജീവരക്തം എന്ന് പറയുന്നത് ഫിനാൻസാണ്, അല്ലെങ്കിൽ ധനമാണ്. ഈ ധനം എല്ലാം ഇതേപോലെ പ്രൊവൈഡ് ചെയ്യുന്നത് വാണിജ്യ ബാങ്കുകളാണ്. അപ്പോൾ വാണിജ്യ ബാങ്കുകളാണ് നമ്മുടെ വ്യാപാര സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള വായ്പകളും അതുപോലെ തന്നെ മൂലധനം പോലെയുള്ള എല്ലാ ഘടകങ്ങളും നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നത്.
അപ്പോൾ വ്യാപാര സ്ഥാപനത്തിൻ്റെ നല്ല രീതിയിലായിട്ടുള്ള നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇത്തരം ബാങ്കിങ് സൗകര്യങ്ങളുടെ ലഭ്യതയെ അടിസ്ഥാനമാക്കിയിരിക്കും. ബാങ്കുകളെല്ലാം തന്നെ അടുത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനത്തിന് ഏറ്റവും പെട്ടെന്ന് ഇതേപോലെ വായ്പകൾ നേടിയെടുക്കാനും അതേപോലെ തന്നെ ഏത് അത്യാവശ്യ ഘട്ടങ്ങളിലും ഇതേപോലെ വായ്പകളൊക്കെ നേടിക്കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ആ എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥകളൊക്കെ ഇതേപോലെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ബാങ്ക് പോലെയുള്ളതായിട്ടുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളുടെ സാമീപ്യം എപ്പോഴും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. മറ്റൊരു പോയിന്റാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ കമ്മ്യൂണിറ്റി. നമ്മൾ എവിടെയാണോ വ്യാപാര സ്ഥാപനം തുടങ്ങുന്നത്, ആ വ്യാപാര സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതായ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ മനോഭാവം. ഇപ്പോൾ ചില ഏരിയകളിൽ ചില പ്രത്യേക വ്യവസായ സ്ഥാപനങ്ങളൊന്നും തന്നെ തുടങ്ങാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് അവിടുത്തെ ജനങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കും. ഉദാഹരണമായിട്ട് നമ്മൾ ഈ അഗ്രഹാരങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. അഗ്രഹാരങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രാഹ്മണ സമുദായം കൂടിപ്പാർക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണന്മാരുടെ കോളനിക്ക് പറയുന്ന പേരാണ് അഗ്രഹാരം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം നോൺ വെജിറ്റേറിയൻസ് കഴിക്കാത്ത വ്യക്തികളാണ് അവർ. ആ ഏരിയയിൽ പോയിട്ട് നമ്മളൊരു ബോട്ടി ഇറച്ചിയും അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ വിൽക്കുന്ന ഒരു പുതിയ കട തുടങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരതിനെ ശക്തമായിട്ട് എതിർക്കും. അവരുടെ ഒരു പിന്തുണ നമ്മൾക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശത്ത് ഒരു കരിങ്കൽ ക്വാറി നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെറ്റൽ ഇൻഡസ്ട്രി നമ്മൾ അതേപോലെ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഏരിയയിലുള്ള ജനങ്ങൾ, ആ സമൂഹം അതിനെ ശക്തമായിട്ട് എതിർക്കും. എന്നാൽ ചില പ്രത്യേക വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ആ ഏരിയയിലുള്ള ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും. അപ്പം നമ്മൾ എവിടെയാണോ ഒരു സ്ഥാപനം തുടങ്ങുന്നത്, ആ സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതായ ആ ഏരിയയിൽ ജനങ്ങളുടെ പിന്തുണ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില സ്ഥാപനങ്ങൾക്കാണെങ്കിൽ പിന്തുണ ഉണ്ടാവില്ല, എന്നാൽ ചില സ്ഥാപനങ്ങൾക്ക് ആ നാട്ടിൽ ജനങ്ങളുടെ പിന്തുണ ഇതേപോലെ ലഭ്യമായിരിക്കും. പിന്നെ പ്രസൻസ് ഓഫ് റിലേറ്റഡ് ഇൻഡസ്ട്രീസ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്, കോംപ്ലിമെൻ്ററി പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മാനേജ്മെൻറ്റിൽ, അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് നമ്മൾക്കറിയാം, ഒരു ഉൽപ്പന്നത്തിന് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള മറ്റൊരു ഉൽപ്പന്നത്തെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് എന്ന് പറയാം. അപ്പം നമ്മൾ ഏത് ബിസിനസ്സാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതുമായി പരസ്പര ബന്ധമുള്ളതായ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ നമ്മുടെ തൊട്ടപ്പുറത്ത് ഇതേപോലെ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്ലാന്റ് ലൊക്കേഷന് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കൂടുതൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള വ്യവസായവുമായി പരസ്പര ബന്ധമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതായിട്ടുള്ള ഫാക്ടറികളും വ്യാപാര സ്ഥാപനങ്ങളും തൊട്ടപ്പുറത്ത് ഉണ്ട് എങ്കിൽ അത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, നമ്മുടെ ആശുപത്രികളുടെ സേവനം അടുത്തുണ്ടാവുക, അതേപോലെ ഹൗസിംഗ് കോളനികളുടെ തൊഴിലാളികൾക്കൊക്കെ താമസിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഹൗസിംഗ് ഫെസിലിറ്റീസും ആശുപത്രി സേവനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ പ്ലാന്റ് ലൊക്കേഷൻ്റെ ചുറ്റുപാടും ഇതേപോലെ ഉണ്ട് എങ്കിൽ അത് ആ പ്ലാന്റ് ലൊക്കേഷൻ്റെ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിച്ച് വരും, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം കൂട്ടിയിട്ട് വരും. പിന്നെ ഗവൺമെൻറ് പോളിസി, സർക്കാരിൻ്റെ നയങ്ങൾ എന്തൊക്കെയാണ്? ചില പ്രത്യേകമായിട്ടുള്ള ഏരിയകളിൽ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് സർക്കാർ തന്നെ ചില പ്രത്യേകമായിട്ടുള്ള ഇൻസെൻറ്റീവ്സും അതുപോലെ തന്നെ ചില പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങളും ഈ സംരംഭകന്മാർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ദി ഇൻസെൻറ്റീവ്സ് ഫ്രം ദ പാർട്ട് ഓഫ് ദ ഗവൺമെൻറ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചില പ്രത്യേകമായിട്ടുള്ള ഏരിയകളിൽ വ്യാപാര സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് കാലത്തേക്ക് ടാക്സ് അല്ലെങ്കിൽ നികുതി ഇതേപോലെ ഒഴിവാക്കി തരുന്നു. അതുപോലെ തന്നെ മറ്റ് പല ഇൻസെൻറ്റീവ്സും സർക്കാർ തന്നെ ഇതേപോലെ നൽകുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടുള്ളതായ ഇൻസെൻറ്റീവ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പരിഗണിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ള സൈറ്റ് സെലക്ട് ചെയ്യാനായിട്ട്. മറ്റൊരു ഘടകമാണ് ഫെസിലിറ്റീസ് ഫോർ ദി എക്സ്പാൻഷൻ. What are the scope for expansion and diversification? നമ്മൾ വ്യാപാര സ്ഥാപനം ഇതേപോലെ കൂടുതൽ വലുതാക്കാനുള്ള സാധ്യത, അതുപോലെ വൈവിധ്യവൽക്കരണത്തിനും അത് കൂടുതൽ വികസനത്തിനുള്ളതായിട്ടുള്ള സാധ്യത എന്താണ്, അതിന് നമുക്ക് ഭൂമി കിട്ടാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അടുത്തതിനുള്ളതായിട്ടുള്ള യന്ത്രസാമഗ്രികൾ ലഭ്യമാകാനുള്ള സാധ്യതയുണ്ടോ, വൈദ്യുതി ലഭ്യമാകാനുള്ള സാധ്യതയുണ്ടോ, ഭാവിയിൽ നമ്മുടെ വ്യാപാര സ്ഥാപനം ഡൈവേഴ്സിഫിക്കേഷനും എക്സ്പാൻഷനിലേക്കും പോകുന്ന അവസരത്തിൽ വികസനത്തിൻ്റെയും അതുപോലെ തന്നെ
വൈവിധ്യവൽക്കരണത്തിൻ്റെയും മേഖലയിലേക്ക് പോകുമ്പോൾ കൂടുതൽ വളർന്നു വരാനുള്ള സാധ്യത ആ പ്രത്യേക ലൊക്കേഷനിൽ ഉണ്ട് എങ്കിൽ അത് ഒരു നല്ല ലൊക്കേഷനായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഫെസിലിറ്റീസ് ഫോർ വേസ്റ്റ് ഡിസ്പോസൽ അല്ലേ, ചില വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ധാരാളമായിട്ട് വേസ്റ്റേജ് ഉണ്ടാകും. ആ വേസ്റ്റേജ് നമ്മൾക്ക് ഇതേപോലെ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്തിട്ട് വേസ്റ്റ് ഡിസ്പോസബിൾ സംവിധാനം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു ഘടകമാണ്. നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യാനുള്ളതായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എങ്കിൽ, അതിനുള്ളതായിട്ടുള്ള സൗകര്യങ്ങൾ ആ ലൊക്കേഷനിൽ ഉണ്ട് എങ്കിൽ, വേസ്റ്റ് മാനേജ്മെൻറ്റിന് നല്ല ഒരു സംവിധാനം ആ പ്രത്യേകമായിട്ടുള്ള ഏരിയയിൽ ഉണ്ട് എങ്കിൽ അത് നല്ല ഒരു പ്ലാന്റ് ലൊക്കേഷനായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 10-13 പോയിന്റുകളാണ് പ്ലാന്റ് ലൊക്കേഷനെ സ്വാധീനിക്കുന്നതായിട്ടുള്ള ഘടകങ്ങളായിട്ട് വരുന്നത്. ഇത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എസ്സേക്ക് വന്ന ഒരു ചോദ്യമാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി പ്ലാന്റ് ലൊക്കേഷൻ? അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഈ പോയിന്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു ചാർട്ട് തയ്യാറാക്കുക. ഇതിൻ്റെ അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.